റഷ്യൻ മണ്ണ് ഒരു ഫുട്ബോൾ ആരാധകനും മറക്കാൻ കഴിയാത്ത ഇടം തന്നെയാണ്. 2018 വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഫുട്ബോൾ ആരാധകരെ വീണ്ടും വീണ്ടും സ്വപ്നങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു വേൾഡ് കപ്പ് തന്നെയാണ്. ഒരുപാട് സുന്ദര നിമിഷങ്ങൾ ആരാധകർക്ക് സമ്മാനിച്ച വേൾഡ് കപ്പാണ്. അട്ടിമറികളുടെ വേൾഡ് കപ്പാണ്. തിരിച്ചുവരവിൻ്റെ വേൾഡ് കപ്പാണ്. ഒരുപാട് രാജ്യങ്ങൾ ഉദയം കൊണ്ട ഒരു വേൾഡ് കപ്പ് കൂടെയാണ്. ഒരുപാട് സുന്ദര നിമിഷങ്ങൾ ഫുട്ബോൾ ആരാധകരിലേക്ക് പകർന്നു കൊടുത്തൊരു വേൾഡ് കപ്പായിരുന്നു റഷ്യയിൽ 2018 നടന്നിട്ടുള്ള ആ ഒരു വേൾഡ് കപ്പ്. ആ വേൾഡ് കപ്പിലെ ഏറ്റവും ടോപ്പ് 5 ഗോൾസിനെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ റീക്രിയേഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളെ ലിസ്റ്റിലെ 5ാമത്തെ ഗോളായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് സാക്ഷാൽ ലിയണൽ ആന്ദ്രിയാസ് മെസ്സി തൻ്റെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നേടിയിട്ടുള്ള ഒരു ഗോളാണെന്ന് പറയാം. അർജൻറ്റീന വേഴ്സസ് നൈജീരിയ പോരാട്ടത്തിലാണ് ഈ ഗോൾ പിറക്കുന്നത്. ഈ മത്സരത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. കാരണം ആദ്യത്തെ 2 മത്സരം ഒരു പരാജയവും ഒരു സമനിലയുമായിട്ടാണ് ലിയണൽ ആന്ദ്രിയാസ് മെസ്സിയുടെ അർജൻറ്റീന 3ാമത്തെ മത്സരത്തിന് വേണ്ടി ഇറങ്ങുന്നത്. ഇതിലൊരു പരാജയമോ അതല്ലെങ്കിൽ സമനിലയോ ആയി കഴിഞ്ഞാൽ വേൾഡ് കപ്പിൻ്റെ ആദ്യ മത്സരങ്ങളിൽ നിന്ന് തന്നെ അർജൻറ്റീനക്ക് പുറത്തു പോകേണ്ടിയിരിക്കുന്നു. അങ്ങനത്തെ ഒരു നിമിഷത്തിലാണ് ഈ ഒരു മത്സരം വരുന്നത്. മത്സരത്തിൻ്റെ 14ാം മിനിറ്റിൽ സെൻട്രൽ നിന്നും ഒരു പന്ത് മാർക്കോസ് റോഹയിൽ നിന്നും എവർ ബനേഗ സ്വീകരിക്കുന്നു. എവർ ബനേഗയുടെ 2ാമത്തെ ടച്ചിങ്ങിൽ അയാൾ നൊടിയിടയിൽ ലിയണൽ ആന്ദ്രിയാസ് മെസ്സിയുടെ ഒരു മുന്നേറ്റം കാണുന്നു. മെസ്സിയുടെ ആ ഒരു ഓട്ടം കണ്ടപാടെ തന്നെ എവർ ബനേഗ ആ പന്ത് ഉയർത്തി നേരെ ലിയണൽ മെസ്സിയിലേക്ക് നൽകുന്നു. മെസ്സിയുടെ ഒരൊറ്റ ടച്ച്, ആരാധകരെ മൊത്തം വിസ്മയിപ്പിച്ച ഒരൊറ്റ ടച്ച്. 2ാമത്തെ തൻ്റെ കാലിൽ നിന്നും വരുന്ന പ്രഹരം നൈജീരിയയുടെ വല കുലുക്കുന്നതാണ് ലോക ഫുട്ബോളിൻ്റെ ആരാധകർ കണ്ടത്. അതേ, സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ സിംഹരാജാവ് എഴുന്നള്ളിയ ആ ഒരു പോരാട്ടം തന്നെ. തൻ്റെ ഒരൊറ്റ ടച്ച് കൊണ്ട് എല്ലാ നൈജീരിയൻ ഡിഫൻസിനെയും ബീറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ഗോൾ നേടുന്നത്. വാട്ട് എ ഗോളെന്ന് കമൻട്രേറ്റർ വീണ്ടും വീണ്ടും പറയുന്നത് ഇന്നും കേൾക്കാൻ പറ്റും. ഈ ഒരു ഗോളാണ് നമ്മുടെ ലിസ്റ്റിലെ 5ാമത്തെ ഗോളായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ ഗോൾ ഏതാണെന്ന് നോക്കാം. 5ാമത്തെ ഗോൾ ലിയണൽ മെസ്സിയുടേതാണെങ്കിൽ 4ാമത്തെ ഗോൾ മറ്റൊരു ഗോട്ടിൻ്റേതാണ്. അതെ, സാക്ഷാൽ CR7 തന്നെ. സമ്മതിച്ചു കൊടുക്കണം ഈ ഒരു ഗോളിന് CR7. കാരണം അത്രക്കും സമ്മർദ്ദഘട്ടത്തിൽ നേടിയിട്ടുള്ളൊരു ഗോളാണ്. ഇന്നും ഒരു 2018 വേൾഡ് കപ്പ് കണ്ട ഒരു ആരാധകനും മറക്കൂല. അതായത് CR7 ആരാധകനാവണമെന്നില്ല, ഏതൊരു ആരാധകനും മറക്കാത്തൊരു ഗോളാണ്. 2018 വേൾഡ് കപ്പിലെ ഏറ്റവും നല്ല മത്സരം എന്നറിയപ്പെട്ട മത്സരത്തിലാണ് ആ ഒരു ഗോൾ പിറക്കുന്നത്. സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ മത്സരം ഒരിക്കലും ഒരാൾക്കും മറക്കാൻ കഴിയാത്ത പോരാട്ടം. രോമങ്ങൾ എണീറ്റ് നിന്ന പോരാട്ടം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു പോരാട്ടമാണ്. സ്പെയിൻ ഒന്നടിച്ചാൽ പോർച്ചുഗൽ തിരിച്ചടിക്കുന്നു. അങ്ങനെ അടിക്ക് തിരിച്ചടി നൽകുന്നു. അവസാനം 80ാം മിനിറ്റിൽ 2-3 എന്ന നിലയിൽ സ്കോർ ലൈനിൽ നിൽക്കുകയാണ്. ഈ ഒരു സമയത്താണ് റൊണാൾഡോയെ ഫൗൾ ചെയ്തതിനെ തുടർന്നിട്ട് ഒരു ഫ്രീ കിക്ക് പോർച്ചുഗലിന് കിട്ടുന്നത്. ആ ഫ്രീ കിക്ക് എടുക്കാൻ വരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഫ്രീ കിക്കിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആ പന്ത് അടിക്കുന്നതിൻ്റെ മുമ്പുള്ള രംഗങ്ങളാണ്. തൻ്റെ ശ്വാസമൊക്കെ ഒന്ന് മുകളിലേക്ക് വലിച്ച് അവിടെ നിന്ന് 2 കാലും വിടർത്തി അവിടെ നിന്ന് പിന്നീട് ആ കിക്ക് എടുക്കാനായിട്ട് വരുന്നു. ആലോചിച്ച് നോക്കണം, അന്നത്തെ ഡിഫൻസ് നിര എന്ന് പറയുന്നത് റാമോസ്, പിക്കോ, നാച്ചോ, കർവാളൊക്കെ തുടങ്ങുന്ന ഹൈറ്റുള്ള ഡിഫൻസ് നിരയാണ് സ്പെയിൻ്റെ ഭാഗത്തുള്ളത്. ഈ ഒരു വാളിൻ്റെ മുകളിലൂടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആ ഒരു ഗോൾ നേടുമ്പോൾ ഇന്നും കമൻട്രേറ്റർ പറയുന്നത് ഇങ്ങനെ നമുക്ക് കാതുകളിൽ കേൾക്കാനായിട്ട് ഉൾക്കൊള്ളാണ്. ആബ്സല്യൂട്ട്ലി ജീനിയസ് എന്നാണ് ഈ ഒരു ഗോളിലൂടെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ലോകം വാഴ്ത്തിയത്. ഷൈജു ഏട്ടൻ്റെ കമൻട്രി ഇന്നും ആരും മറന്നു കാണില്ല. അത്രക്കും ഫുട്ബോൾ ആരാധകരുടെ സിരകളിൽ തീ പടർത്തിയിട്ടുള്ള ഒരു ഗോളായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയിരുന്നത്. അതാണ് നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ ഗോളായിട്ട് എടുത്തിട്ടുള്ളത്. നമ്മുടെ ലിസ്റ്റിലെ 3ാമത്തെ ഗോള്, അതായത് 2018 വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ ക്രൊയേഷ്യൻ ടീമിനെ ഒരിക്കലും ആരും മറക്കില്ല. അവരുടെ ക്യാപ്റ്റനായ ലൂക്ക മോഡ്രിച്ചിനെയും മറക്കില്ല. മോഡ്രിച്ചിൻ്റെ ഗോള് തന്നെയാണ് നമ്മൾ 2018 വേൾഡ് കപ്പിലെ ടോപ്പ് 3യിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
2014 ലിയണൽ മെസ്സി തൻ്റെ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവന്നതുപോലെ 2010 പുയോൾ തൻ്റെ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവന്നതുപോലെ സ്വന്തം രാജ്യത്തെ ഫൈനലിലെത്തിച്ച ഒരു ക്യാപ്റ്റന് കൂടെയാണ് ലൂക്ക മോഡ്രിച്ച് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഗോൾ പിറക്കുന്നത് അർജൻറ്റീന വേഴ്സസ് ക്രൊയേഷ്യ മത്സരത്തിലാണ്. ഒരിക്കലും ഒരു അർജൻറ്റീനിയൻ ആരാധകരും അതുപോലെ തന്നെ ക്രൊയേഷ്യൻ ആരാധകരും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഗോൾ തന്നെയായിരുന്നു ഇത്. മത്സരത്തിൽ ക്രൊയേഷ്യ ഒരു ഗോളിന് മുമ്പിട്ട് നിൽക്കുകയാണ്. ആ ഒരു അവസരത്തിലാണ് 80-ാം മിനിറ്റിൽ ഈ ഒരു ഗോൾ പിറക്കുന്നത്. ലൂക്ക മോഡ്രിച്ച് പന്തുമായിട്ട് ഡിഫൻസ് നിരയെ എല്ലാവരെയും വലിച്ച് കബളിപ്പിച്ച് കളിക്കുന്ന ഒരു ശൈലി ഇന്നും ഒരു ഡിഫൻസ് ആരാധകരും, അതായത് അർജൻറ്റീനയുടെ ഡിഫൻഡർമാരും ഒരിക്കലും മറക്കാത്തൊരു ഗോളായിരിക്കണം ഇത്. കാരണം ഒറ്റയ്ക്ക് ലൂക്ക മോഡ്രിച്ച് ഓരോരുത്തരെയും വരച്ച് കളിപ്പിക്കുന്നു. അവസാനം ആ ഷോട്ട് എടുക്കുന്നു. ആ ഷോട്ടിൻ്റെ ലാൻഡിംഗ് ആണ് അർജൻറ്റീനയുടെ പോസ്റ്റിലേക്ക് ഇറങ്ങുന്ന ആ ഒരു ലാൻഡിംഗ് ആണ് ഈ ഒരു ഗോളിൻ്റെ പൂർണ്ണരൂപം നമുക്ക് കാണിച്ചു തന്നത്. സെൻസേഷണൽ ഗോൾ എന്ന് വാഴ്ത്തപ്പെട്ട ഒരു ഗോളായിരുന്നു ലൂക്ക മോഡ്രിച്ചിൻ്റെ ഈ ഒരു ഗോള്. ഇതാണ് നമ്മുടെ ലിസ്റ്റിലെ 3-ാമത്തെ ഗോളായിട്ട് പരിഗണിച്ചിട്ടുള്ളത്. ഇനി ഈ ലിസ്റ്റിൽ 2-ാമത്തെ ഗോള്, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2018 വേൾഡ് കപ്പിൽ ഒരുപാട് ഗോളുകൾ പിറന്നിട്ടുണ്ട്. ഫിഫ അവരുടെ അനൗൺസ്മെൻറ്റ് തന്നെ, ഫിഫയുടെ അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്നത് ടോപ്പ് ലിസ്റ്റിലുള്ള ചില ഗോളുകളാണ്. എന്നാൽ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും സൂപ്പറായിട്ടുള്ള ഗോളുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അങ്ങനെ 2-ാമത്തെ ഗോളായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് ടോണി ക്രൂസിൻ്റെ ഗോളാണ്. ടോണി ക്രൂസ് വേഴ്സസ് സ്വീഡൻ എന്ന് പറയും. ഇന്നും ഓരോ സ്റ്റാറ്റസ് വീഡിയോയിലൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയാണ്, അതല്ലെങ്കിൽ ഒരു ഗോളാണിത്. ഒരുപാട് പറയാനുണ്ട് ഈ ഒരു കളിയെ പറ്റിയിട്ട്. 32-ാമത്തെ മിനിറ്റിൽ തന്നെ ടോണിയുടെ ഭാഗത്തു നിന്നും ഒരു പിഴവ് പറ്റുന്നു. ആ പിഴവിനെ തുടർന്ന് സ്വീഡൻ താരമായ ടോയ് വിനോയിൻ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. ഇതോടുകൂടി ടോണിയും അതുപോലെ തന്നെ ജർമ്മൻ പട ആകെ മൊത്തം ഒന്ന് സൈലൻ്റ് ആവുന്നുണ്ട്, തല കുനിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിന്നും ഉയർത്തി എഴുന്നേൽക്കുകയാണ്. 48-ാം മിനിറ്റിൽ റൂയിസിൻ്റെ ഗോളിലൂടെ തിരിച്ചു വരുന്നു. അങ്ങനെ 1-1 എന്ന നിലയിൽ നിൽക്കുകയാണ്. പിന്നീട് ഈ ഒരു മത്സരം അവസാനിക്കാനായിട്ട് പോവാണ്. 95-ാം മിനിറ്റിൽ മാർക്കോ റൂയിസിനെ ഫൗൾ ചെയ്തതിനെ തുടർന്നിട്ട് ഒരു ഫ്രീ കിക്ക് കിട്ടുന്നു. ഒരു 0 ആംഗിൾ ഫ്രീ കിക്കാണ്. ഫ്രീ കിക്ക് എടുക്കാൻ വരുന്നത് ടോണി ക്രൂസ് ആണ്. ആരാധകർ മൊത്തമായിട്ട് നോക്കി കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പാസ് ആയിരിക്കും, അതല്ലെങ്കിൽ ഒരു ക്രോസ് ആയിരിക്കും. അങ്ങനത്തെ ഒരു ആംഗിളിലാണ് ആ ഒരു പന്ത് നിൽക്കുന്നത്. പക്ഷേ ടോണി ക്രൂസ് ചെയ്തത് നേരെ റൂയിസിലേക്ക് തട്ടുന്നു. റൂയിസിൽ നിന്നും ഒരൊറ്റ ടച്ചിന് അവിടെ സ്വീഡൻ്റെ പോസ്റ്റിലേക്ക് ആ പന്തിനെ അടിച്ചിറക്കുന്നു. ഒരിക്കലും ഒരു ജർമ്മൻ ആരാധകനും ഒരു ഫുട്ബോൾ ആരാധകനും ടോണി ക്രൂസ് ആരാധകനും മറക്കാൻ കഴിയാത്തൊരു ഷോട്ട്, മറക്കാൻ കഴിയാത്തൊരു ഗോള്. ഈ ഒരു ഗോളാണ് നമ്മുടെ ലിസ്റ്റിലെ 2-ാമത്തെ ഗോളായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ലിസ്റ്റിലെ 1-ാമത്തെ ഗോൾ ഏതാണെന്ന് നോക്കാം. ഇന്നും 2018 വേൾഡ് കപ്പിനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ആരാധകരുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആ ഒരു ഗോൾ തന്നെ, അതെ, ബെഞ്ചമിൻ പവാർഡ് എന്ന ഫ്രഞ്ചുകാരൻ അർജൻറ്റീനയുടെ ബോക്സിലേക്ക് നിക്ഷേപിച്ച ആ ഒരു കൂറ്റൻ മിസൈൽ, അതുതന്നെയാണ് നമ്മുടെ ലിസ്റ്റിലെ 1-ാമത്തെ ഗോളായിട്ട് പരിഗണിക്കുന്നത്. ഒരിക്കലും അർജൻറ്റീനിയൻ ആരാധകർ മറക്കാത്തൊരു മത്സരം. എംബാപ്പെ എന്ന 18-കാരൻ ലോകത്ത് നെട്ടിച്ച പോരാട്ടം. 1-2 എന്ന നിലയിൽ മത്സരം നിൽക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയാണ് 56-ാം മിനിറ്റിൽ ശരവേഗത്തിൽ ഹെർണാണ്ടസിൻ്റെ ഒരു മുന്നേറ്റം വരുന്നത്. ആ വേഗത്തോടു കൂടി തന്നെ അർജൻറ്റീനയുടെ ഡിഫൻസ് മൊത്തം ഒന്ന് ബീറ്റാവുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ക്രോസ് വരുന്നു. നേരെ വന്നെത്തുന്നത് ബെഞ്ചമിൻ പവാർഡിൻ്റെ കാലുകളിലേക്കാണ്. തൻ്റെ വലങ്കാലിൽ നിന്നും ഒരു വെടിയുണ്ട അർജൻറ്റീനയുടെ പോക്സിലേക്ക് നിക്ഷേപിച്ചു കൊടുക്കുന്നു. ദ ബെഞ്ചമിൻ പവാർഡ് ഈസ് എ മിസൈൽ. പലരും വാഴ്ത്തിപ്പാടിയ ഒരു ഗോൾ തന്നെയാണിത്. ഇതാണ് നമ്മുടെ ലിസ്റ്റിലെ 1-ാമത്തെ ഗോളായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ഗോളുകൾ എടുത്ത് പറയാനുണ്ടാകും. ഫിഫ തന്നെ ഇട്ടിട്ടുള്ള ഗോളുകളിൽ നമ്മൾ പലതും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നിയിട്ടുള്ള നല്ല ബെസ്റ്റായിട്ടുള്ള ഗോളുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ കൂടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം.